എപ്പോഴെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടോ? ആ ഷോക്ക് അടിച്ച സമയത്ത് അവിടെ ഒരു പവർ ഫെയിലിയർ സംഭവിച്ചോ? ഇല്ലെങ്കിൽ ട്രിപ്പിംഗ് സംഭവിച്ചിരുന്നോ? സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളെ ആ വയറിംഗ് സിസ്റ്റത്തിൽ ഹ്യൂമൻ സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ്. ഹ്യൂമൻ സേഫ്റ്റിക്ക് വേണ്ടി വയ്ക്കുന്ന RCCB അവിടെ മിസ്സിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫംഗ്ഷനിങ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഡെമ്മി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അത് പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റലേഷൻ ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഒരു അപകടം എപ്പോഴുണ്ടാവാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള RCCB ചെക്ക് ചെയ്യുകയും ചെയ്യാം. ചെക്ക് ചെയ്യുക, ഒരു ടെസ്റ്റ്, അവിടെ ഒരു ടെസ്റ്റ് ബട്ടൺ ഉണ്ട്. ആ ടെസ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നോർമലി 30 mA ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈ 100 mA, ചില സ്ഥലങ്ങളിൽ 100 mA കാണുന്നുണ്ടാവും. 100 mA ആണ്, 30 mA ആക്കേണ്ടതാണ്. 100 mA വെക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ലീക്കേജ് ഉള്ളതുകൊണ്ട് ട്രിപ്പിംഗ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലീക്കേജ് കണ്ടെത്തി സോൾവ് ചെയ്തതിന് ശേഷം അത് 30 mA ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ചെയ്തില്ലെങ്കിൽ അധികം ഷോക്ക് ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. 30 mA ആണ്. നമുക്ക് ചെറിയൊരു ഷോക്ക് കിട്ടുമ്പോൾ തന്നെ ട്രിപ്പിംഗ് സംഭവിക്കുക, നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ RCCB ഒന്ന് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് വർക്കിംഗ് ആണോ ചെക്ക് ചെയ്യുക. ഞാൻ രൂപേഷ് പതാലിൽ വയറിംഗ് സൊല്യൂഷൻ എക്സ്പേർട്ട് ആണ്. വയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കൺസേൺസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ.